ഡോക്ടർ ജെയിംസ് ടൈലർ കെൻ്റ് രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഈ യൂട്യൂബ് പരമ്പരയുടെ 128ാമത്തെ എപ്പിസോഡിൽ പൾസാറ്റില എന്ന അധ്യായത്തിൻ്റെ 4ാം ഭാഗമാണ് പരിശോധിക്കുന്നത്. ഈ ഭാഗത്ത് പൾസാറ്റിലയും മറ്റു പല ഔഷധങ്ങളുമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കുറേ കമ്പാരിസൺ കെൻ്റ് പറയുന്നുണ്ട്. ഇത് മറ്റൗഷധങ്ങളിൽ കാണാത്ത പല നിരീക്ഷണങ്ങളും അതത് ഔഷധത്തെക്കുറിച്ച് ഇവിടെ നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് പ്രാക്ടീസിൽ വളരെ ഉപകരിക്കുന്നതാണ്. ചില സംശയാസ്പദമായ ചില സാഹചര്യങ്ങളിൽ കൃത്യമായിട്ടുള്ളൊരു റെമഡി സെലക്ട് ചെയ്യാൻ ഇത്തരം കമ്പാരിസൺസ് നിങ്ങളെ സഹായിക്കും. നമുക്ക് അതിലേക്ക് വിശദമായിട്ട് പ്രവേശിക്കാം. പെയിൻസ് ഇൻ ദ ഇയേഴ്സ് ഇൻ ദ ഈവനിങ് ഓർ ഇൻ ദ നൈറ്റ്. അമീൽറൈഡ് ബൈ വാക്കിംഗ് സ്ലോലി എബൌട്ട് ദ റൂം. സായാഹ്നത്തിൽ രാത്രി ചെവിയിൽ വേദന, സാവകാശം നടക്കുമ്പോൾ മുറിയിൽ സാവകാശം നടക്കുമ്പോൾ അതിന് ശമനമുണ്ട്. ഇൻ കമോമില്ല യു ഹാവ് എ സ്നാപ്പിംഗ് ആൻഡ് സ്നാളിംഗ് ചൈൽഡ് നെവർ പ്ലീസ്ഡ് സ്കോൾസ് ദ നേഴ്സ് ആൻഡ് മദർ അമീൽറൈഡ് ബൈ വാക്കിംഗ് അബൌട്ട്. സർവ്വസാധാരണമായി അറിയാവുന്ന ഒരു കമ്പാരിസണാണ് കമോമില്ലയും പൾസാറ്റിലയും തമ്മിലുള്ളത്. വേദനകളുടെ കാര്യത്തിൽ ചെവി വേദനയോ എന്ത് വേദനയായാലും ശരി, കമോമില്ല പേഷ്യൻ്റ് വളരെയധികം അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു പേഷ്യൻ്റാണ്. പ്രത്യേകിച്ചും കുട്ടികൾ അമ്മയോ ബന്ധുക്കളോ പരിചരിക്കുന്നവരോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അവരെ ചീത്ത പറയും, അവരെ ആക്രമിക്കും, അടിക്കും ഇടിക്കും ഒക്കെ ചെയ്യും. പക്ഷേ ജെൻ്റിൽ വാക്കിംഗ് അമീൽറേഷൻ ഉണ്ട്. ആ കാര്യത്തിലാണ് പൾസാറ്റിലെയും കമോമില്ലയും തമ്മിലുള്ള സാമ്യം. പക്ഷേ ബിഹേവിയറിൻ്റെ കാര്യത്തിൽ വളരെ വ്യത്യാസം. ഇറിറ്റബിലിറ്റി ഡിസൈഡ്സ് ഫോർ കമോമില്ല. കമോമില്ല ഇറിറ്റബിലിറ്റിയാണ് കമോമില്ലയെ തീരുമാനിക്കുന്ന ഘടകം. പക്ഷേ അമീൽറൈഡ് ബൈ വാക്കിംഗ് അബൌട്ട് എന്നുള്ളത് രണ്ടിലും കോമൺ ആണ്. യു ക്യാൻ ഡിക്റ്റേറ്റ് എ പിറ്റിഫുൾ ക്രൈ ഫ്രം എ സ്നാളിംഗ് മാഡ് ക്രൈ. വളരെ ദയനീയമായിട്ടുള്ള കരച്ചിലും വളരെ രോഷത്തോടുള്ള കരച്ചിലും തമ്മിൽ ആർക്കും മനസ്സിലാക്കാവുന്ന വ്യത്യാസം ആർക്കും മനസ്സിലാക്കാവുന്ന. ബോത്ത് ആർ അമീൽറൈഡ് ബൈ മോഷൻ ബൈ ബീയിങ് ക്യാരീഡ്. ചെറുതായിട്ട് നടക്കുന്നതുകൊണ്ടോ കയ്യിലെടുക്കുന്നതുകൊണ്ടോ രണ്ടിനും അമീൽറേഷൻ ഉണ്ട്. രണ്ടു തരം കുട്ടികൾക്ക് അമീൽറേഷൻ ഉണ്ട്. പൾസാറ്റിലെ ചൈൽഡ് വെൻ നോട്ട് അമ്യൂസ്ഡ് ആസ് എ പിറ്റിഫുൾ ക്രൈ ആൻഡ് ദ കമോമില്ല ചൈൽഡ് എ സ്നാളിംഗ് ക്രൈ. ഈ അമ്യൂസ്ഡ് എന്ന് പറയുന്നത്, ഈ അമ്യൂസ്മെൻറ്റ് കുട്ടികൾക്ക് പൊതുവെ, കുട്ടികൾക്കെന്നല്ല മുതിർന്നവർക്കൊക്കെ തന്നെ അമ്യൂസ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ത്വര എല്ലാ മനുഷ്യരുടെ ഉള്ളിലുണ്ട്. എപ്പോഴും എന്തൊക്കെ അമ്യൂസ്മെൻറ്റ്സ്, പുതിയ കാര്യങ്ങൾ, അവരെ ഉത്തേജിപ്പിക്കുന്ന കാര്യങ്ങൾ, വിസ്മയിപ്പിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ത്വര എല്ലാ മനുഷ്യരുള്ള, കുട്ടികളത് കൂടുതലായിരിക്കും. അപ്പോൾ ഈ അമ്യൂസ്മെൻറ്റ് കിട്ടാത്തപ്പോൾ അതിനോട് ഒരു പൾസാറ്റിലെ ചൈൽഡും കമോമില്ല ചൈൽഡും പ്രതികരിക്കുന്ന രീതി, അത് രണ്ടും വലിയ വ്യത്യാസമുള്ളത്. കമോമില്ല ചൈൽഡ് ദേഷ്യം വന്ന് ആക്രമിക്കുക ചെയ്യും, ഒച്ചയുണ്ടാക്കും, ഭ്രാന്തെടുത്ത പോലെ പെരുമാറും. ഈ കുട്ടിക്ക് ഭ്രാന്താണെന്ന് മറ്റുള്ളത് ചിന്തിച്ചു പോകും. പൾസാറ്റിലെ കുട്ടിയാണെങ്കിൽ വളരെ ശാന്തമായിട്ടുള്ള, വളരെ ദയനീയത ഉണ്ടാക്കുന്ന, ദയ തോന്നിപ്പിക്കുന്ന, കരുണ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള കരച്ചിലായിരിക്കും. യു വിൽ വാണ്ട് ടു കെയർസ് ഫോർ വൺ ആൻഡ് സ്പാങ് ദ അതർ. അപ്പോൾ ഒരു കുട്ടിയെ നിങ്ങളെടുത്ത് ഓമനിക്കാൻ തോന്നും, ആശ്വസിപ്പിക്കാൻ തോന്നും, മറ്റേ കുട്ടിക്കിട്ട് 2 അടി കൊടുക്കാൻ തോന്നും. അതാണ് വ്യത്യാസം. The loss of smell is present in chronic and acute catarrhs. Much stuffing up of the nose occurring in the evening. He blows the nose easily and cleans it out during the day. Catarrhal conditionsil ഗന്ധം നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ അതുണ്ട്. അത് ക്രോണിക് കണ്ടീഷനിലും അക്യൂട്ട് കണ്ടീഷനും ഒരേപോലെ. വൈകുന്നേരം സമയത്ത് മൂക്ക് അടഞ്ഞു പോകുന്നു, പക്ഷേ അത് മൂക്ക് ചീറ്റി അതിനെ വൃത്തിയാക്കാൻ പറ്റും പകൽ സമയത്ത്. ബട്ട് ഇറ്റ് സ്റ്റഫ്സ് അപ്പ് ഇൻ ദ ഈവനിങ് ആൻഡ് ഹീ കനോട്ട് ക്ലീൻ ഇറ്റ് ഔട്ട്. സായാഹ്നങ്ങളിൽ രാത്രിയിൽ മൂക്ക് അടഞ്ഞു പോയി കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യാൻ പറ്റില്ല. റിമെമ്പർ ദാറ്റ് ദ മെൻ്റൽ സിംറ്റംസ് ആർ വേഴ്സ് ഇൻ ദ ഈവനിങ്. ഈ സായാഹ്നത്തിലാണ് മാനസിക ലക്ഷണങ്ങൾ, പൾസാറ്റിലെ മാനസിക ലക്ഷണങ്ങൾ വർദ്ധിക്കുന്നത് എന്നുള്ളതുമായിട്ട് ഇതിനെ ചേർത്ത് വായിക്കണം. ഹി ഗെറ്റ്സ് അപ്പ് ഇൻ ദ മോർണിംഗ് വിത്ത് എ സ്റ്റഫ്ഡ് അപ്പ് നോസ് ബട്ട് കാൻ ക്ലീൻ ഇറ്റ് ഔട്ട്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ മൂക്കടഞ്ഞിരിക്കും, പക്ഷേ എന്നെ വൃത്തിയാക്കാൻ പറ്റും. His mouth is foul, tongue cottage, rancid taste, requires
much brushing of his teeth and washing out of his mouth before he can take his breakfast. അപ്പോൾ രാവിലെ മൂക്കടഞ്ഞ് എഴുന്നേൽക്കും, അത് ക്ലീൻ ചെയ്യാൻ പറ്റും, പക്ഷേ വായ വല്ലാതെ ദുർഗന്ധം ഉണ്ടാവും, നാവ് കോട്ടിങ് അതിൽ ആവരണം ഉണ്ടാകും, വായിൽ മോശം രുചി ഉണ്ടാകും. പ്രാതൽ കഴിക്കുന്നതിന് മുമ്പ് നന്നായിട്ട് പല്ല് തേക്കണം, നന്നായിട്ട് കഴുകണം. സാധാരണഗതിയിൽ കഴുകിയാലും പല്ല് തേച്ചാലൊന്നും പോരാന്നുള്ള തോന്നുന്നു. സോ യു സീ ദ മൗത്ത് ആൻഡ് സ്റ്റൊമക് സിംറ്റംസ് ആർ വേഴ്സ് ഇൻ ദ മോർണിംഗ്, ദ മെൻ്റൽ സിംറ്റംസ് ആർ വേഴ്സ് ഇൻ ദ ഈവനിങ് ആൻഡ് ദർ ഈസ് ഓൾസോ സ്റ്റഫിങ് ഓഫ് ദ നോസ് ഇൻ ദ ഈവനിങ്. അപ്പോൾ വായുടെയും വയറിൻ്റെയും ലക്ഷണങ്ങൾ രാവിലെ വർദ്ധിക്കുന്നു, മാനസിക ലക്ഷണങ്ങൾ സായാഹ്നത്തിൽ വർദ്ധിക്കുന്നു, മൂക്ക് അടഞ്ഞിരിക്കുന്നു ആ സമയത്ത്. കമ്പയർ ദിസ് വിത്ത് കോഫ്. ദർ ഈസ് എ ഡ്രൈ ഈവനിങ് കോഫ് ഇൻ പൾസാറ്റില്ല ആൻഡ് എ ലൂസ് മോർണിംഗ് കോഫ്. ഇതിന് ഈ ലക്ഷണങ്ങളെ ചുമയുമായിട്ട് താരതമ്യം ചെയ്യാം. സായാഹ്നത്തിൽ വരണ്ട ചുമയാണ്, രാവിലെ ആണെങ്കിൽ ലൂസായിട്ടുള്ള കഫമുള്ളത് പോലുള്ള ചുമയാണ്. കോപ്പിയസ് എക്സ്പെക്ടറേഷൻ ഇൻ ദി മോർണിംഗ് ബട്ട് എ ഡ്രൈ ടൈറ്റ് കോൺസ്ട്രിക്റ്റഡ് ഫീലിംഗ് ഇൻ ദ ചെസ്റ്റ് ഇൻ ഈവനിങ്. അപ്പോൾ രാവിലെ വല്ലാതെയുള്ള ചുമച്ച് തുപ്പലുണ്ട്, വൈകുന്നേരം ആയി കഴിഞ്ഞാൽ വരണ്ട ചുമയാണ്, ചെസ്റ്റ് ഇങ്ങനെ ടൈറ്റായിട്ട് ഞെരുങ്ങിയ പോലത്തെ ഒരു ഫീലാണുള്ളത്. സ്റ്റഫ്ഡ് അപ്പ് ഇൻ ദ ഈവനിങ് മേക്കിംഗ് ബ്രീത്തിങ് ഡിഫിക്കൽട്ട്. സായാഹ്നത്തിൽ അടഞ്ഞു കൂടിയിട്ട് ശ്വസിക്കാൻ പ്രയാസം. ടു റിപ്പീറ്റ് ദെൻ, പൾസാറ്റ്ലി ഈസ് വൺ ഓഫ് അവർ ഷീറ്റ് ആങ്കേഴ്സ് ഇൻ ഓൾഡ് കാറ്റാർസ് with loss of smell, thick yellow discharge, and amelioration open air in the nervous, timid, yielding, with stuffing up of the nose at night and copious flow in the morning. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പഴകിയ കാറ്റാറസിൽ അതിനെ പിടിച്ചു നിർത്താൻ, ഷീറ്റ് ആങ്കേഴ്സ് അതിനെ ബലമായിട്ട് പിടിച്ച് നിർത്താൻ, അതിനെ എന്നേക്കുമായിട്ട് നിർത്തൽ ചെയ്യാൻ ഉപകരിക്കുന്ന ഔഷധങ്ങളിൽ ഒന്നാണ് പൾസാറ്റില്ല. അപ്പോൾ അതിൻ്റെ അവസ്ഥ എന്തെങ്ങനെയാണ്? ഗന്ധം നഷ്ടപ്പെടുന്ന അവസ്ഥ, കട്ടിയുള്ള മഞ്ഞ ഡിസ്ചാർജ്, ഓപ്പൺ എയറിൽ അമീലറേഷൻ, നെർവസ്, ടിമിഡ്, ഈൽഡിങ്, ആ ടൈപ്പ് ആളുകൾ എങ്ങനെയാണ് വല്ലാതെ നെർവസ് ആകുന്ന, അതായത് അസ്വസ്ഥതയും പരിഭ്രമമുള്ള ടൈപ്പ് ആളുകൾ, ഭീരുക്കൾ, ടിമിഡായിട്ടുള്ളത്, ഒരു ഭീരുത്വം, ഭയമൊക്കെ ഉള്ളവർ, ഈൽഡിങ്, എന്തിനോടും പെട്ടെന്ന് കീഴടങ്ങുന്ന തരത്തിലുള്ളവർ, അവർക്ക് രാത്രി മൂക്കടഞ്ഞു പോകുന്നു, രാവിലെ വല്ലാതെ ഫ്ലോയും. അതാണ് അതിൻ്റെ ടിപ്പിക്കൽ പൾസാറ്റില കണ്ടീഷൻ. ഇൻ പൾസാറ്റില ദ മെൻസ്ട്രൽ സിംറ്റംസ് ആൻഡ് ദ പ്രൊലാപ്സസ് കംസ് ഇൻ. ധാരാളം നമ്മൾ നേരത്തെ കണ്ടാണ് മെൻസ്ട്രൽ സിംറ്റംസ് ഉണ്ട്, പ്രൊലാപ്സസ് ഉണ്ട്. when the hay fever comes on, all the other symptoms are better. She feels nothing except the hay fever. ഈ ഹേ ഫീവർ വന്നു കഴിഞ്ഞാൽ മറ്റ് ലക്ഷണങ്ങളെല്ലാം ശമിക്കും, രോഗി ഹേ ഫീവർ മാത്രമേ അനുഭവിക്കുള്ളൂ. ഹവർ ഓൾ ദ സിംറ്റംസ് ഇൻ്റർവീൻ വിത്ത് ഈച്ച് അതർ. എങ്കിലും മറ്റ് ലക്ഷണങ്ങളെല്ലാം പരസ്പരം ചേർന്ന് ഇടകലർന്ന് വരാൻ സാധ്യതയുണ്ട്. ദ നാട്രമ്യൂർ സിംറ്റംസ് വിൽ ബി വേഴ്സ് ഇൻ മോർണിംഗ് ആൻഡ് അണ്ടിൽ ടുവേഴ്സ് നൂൺ, വൈൽ ഇൻ പൾസാറ്റില്ല ദേ ആർ വേഴ്സ് ഇൻ ദ ഈവനിങ്. നാട്രമ്യൂറിൻ്റെ കാര്യത്തിൽ ലക്ഷണങ്ങൾ രാവിലെ മോശമാണ്, അത് ഉച്ചവരെ അങ്ങനെ തുടരും. പൾസാറ്റിൻ്റെ കാര്യത്തിൽ വൈകുന്നേരമാണ് മോശമാകുന്നത്. നോസ് ഫില്ലിങ് അപ്പ് വിത്ത് തിക്ക് യെല്ലോയിഷ് ഗ്രീൻ, റോപ്പി മ്യൂക്കസ്, മൂക്കിലിങ്ങനെ മഞ്ഞ നിറത്തിലുള്ള അല്ലെങ്കിൽ മഞ്ഞയും പച്ചയും കളർ നിറത്തിലുള്ള കട്ടിയുള്ള കഫം വന്നിട്ട് റോപ്പി ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ നൂല് പോലെ നീണ്ടുവരും. ആൻഡ് വെൻ ദ നോസ് ഹാസ് ബീൻ ക്ലിയേർഡ് എ ഡ്രൈ ബേണിംഗ് സ്മാർട്ടിങ് ഫീലിംഗ് റിവൈൻസ്. മൂക്ക് വൃത്തിയാക്കിയാലും വരണ്ടത് പൊള്ളുന്ന തരത്തിലുള്ള ഒരു തോന്നൽ മൂക്കിൽ അപ്പോഴും ബാക്കി നിൽക്കും. ദ റൂം ഈസ് വാം അറ്റ് നൈറ്റ്, ഷീ കനോട്ട് സ്ലീപ്പ്. രാത്രി മുറി ചൂടുള്ള മുറിയാണെങ്കിൽ പൾസാറ്റിലെ പേഷ്യൻറ്റ് രാത്രി ഉറങ്ങാൻ പറ്റില്ല. നാട്രമ്യൂർ ഇസ് എ ലിറ്റിൽ ലൈക്ക് ദാറ്റ് ഇൻ ദ സ്മാർട്ടിങ് ആൻഡ് ഇനബിലിറ്റി ടു സ്ലീപ്പ് അറ്റ് നൈറ്റ് ഇൻ എ വാം റൂം. ഈ ഒരു കാര്യത്തിൽ നാട്രമ്യൂറുമായിട്ടൊരു സാദൃശ്യമുണ്ട്. സ്മാർട്ടിങ്ങും ഇറിറ്റബിലിറ്റിയും
പിന്നെ അതിനോട് ചേർന്ന് ചൂടുള്ള മുറിയിൽ രാത്രി ഉറങ്ങാനുള്ള പ്രയാസത്തിൻ്റെ കാര്യത്തിലും നാട്രമ്യൂറുമായിട്ടൊരു സാദൃശ്യമുണ്ട്. ഇൻ നാട്രമ്യൂർ ടു ദ ഡിസ്ചാർജ് മേ കണ്ടിന്യൂ ഡേ ആൻഡ് നൈറ്റ്. നാട്രമ്യൂറിലും ഈ ഡിസ്ചാർജ് രാവും പകലും തുടർന്ന് നിൽക്കാം. വി ഹാവ് ആൻ അക്യൂട്ട് ക്ലാസ് ഇൻ വിച്ച് പൾസാറ്റിൽ ഈസ് സംടൈംസ് ഇൻഡിക്കേറ്റഡ്. അപ്പോൾ ഇത്തരം അവസ്ഥയുടെ അക്യൂട്ട് കണ്ടീഷനിൽ ചിലപ്പോൾ പൾസാറ്റിൽ ഇൻഡിക്കേറ്റ് ചെയ്യപ്പെടും. എങ്ങനെയാണ്? കോപ്പിയസ് വാട്ടറി ഡിസ്ചാർജ് വിച്ച് എൻസ് ഇൻ സ്നീസിങ്. ഇത് ഒരു തുമ്മലിൽ പോയി അവസാനിക്കുന്ന ഡിസ്ചാർജ്, വെള്ളം പോലുള്ള ഡിസ്ചാർജ്. ഇൻ ദ ബിഗിനിങ് വി തിങ്ക് ഓഫ് കാർബോവിച്ച്, ആഴ്സനിക്, അലിയസെപ്പ, യൂഫ്രേഷ്യ. ഇതിന് തുടക്കത്തിൽ നമ്മൾ കാർബോവിജാണോ, ആഴ്സനിക്കാണോ, അലിയസെപ്പയാണോ, യൂഫ്രേഷ്യയാണോ എന്നൊക്കെ തോന്നാം. അപ്പോൾ ചില കാര്യങ്ങളിൽ പല മരുന്നുകളുമായിട്ട് കൺഫ്യൂഷൻ വരാം തുടക്കത്തിൻ്റെ സമയത്ത്. അപ്പോൾ സിംറ്റംസ് ഡെവലപ്പ് ചെയ്യുന്നത് കാത്തിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. രോഗികൾ ചിലപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ വരും, അത് നല്ലതാണ്, നല്ല കാര്യമാണ്. പക്ഷേ അപ്പോൾ തന്നെ ഒരു കൃത്യമായിട്ടുള്ള ഇൻഡിക്കേഷൻസ് ഇല്ലെങ്കിൽ അപ്പോൾ തന്നെ മരുന്ന് കൊടുക്കാതെ പ്ലാസിബോയോ മറ്റോ കൊടുത്ത് അവരെ ഒന്ന് കുറച്ച് ദിവസം ഒന്ന് ആശ്വസിപ്പിച്ച് നിർത്തുക. സിംറ്റംസും ഡെവലപ്പ് ചെയ്ത് വളരെ ഡിസിസീവായിട്ടുള്ള സിംറ്റംസ്, മൊഡാലിറ്റീസൊക്കെ ക്ലിയർ ആകുന്നവരൊന്ന് കാത്തിരിക്കുന്ന എപ്പോഴും നല്ലതാണ്. അല്ലെങ്കിൽ തെറ്റായ മരുന്ന് കൊടുത്ത് പൾസാറ്റിൽ കൊടുക്കേണ്ട സ്ഥലത്ത് തുടക്കത്തിൽ കാർബോവജ്, ആഴ്സനിക്ക്, അലിയൻസെഫ, യൂഫ്രേഷ്യ ഇത്തരം 4 ഔഷധങ്ങൾ അവിടെ കൺഫ്യൂഷനായിട്ട് വരാം. വേറെയും പലതും വരാം. അപ്പോൾ അത്തരം ആശയക്കുഴപ്പങ്ങൾ ഒഴിവാക്കാൻ അല്പം കാത്തിരിക്കുന്ന എപ്പോഴും നല്ലതാണ്. വിത്ത് കാർബോവജ് ദർ ഇസ് എ വാട്ടറി ഡിസ്ചാർജ് ആൻഡ് ദ ഇറിറ്റേഷൻ എക്സ്റ്റെൻഡ് ഇൻ ടു ചെസ്റ്റ് വിത്ത് ഹോഴ്സ്നെസ് ആൻഡ് റോനെസ്. അപ്പോൾ കാർബോവജിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ്? വാട്ടറി ഡിസ്ചാർജാണ്. ഈ ഇറിറ്റേഷൻ, മൂക്കിലെ ഇറിറ്റേഷൻ ചെസ്റ്റ് വരെ ചെല്ലും. ഹോഴ്സ്നെസ്സും റോനെസ്സും ഒക്കെ ഉണ്ട്. ആകെ ഒരു തൊലി ഉരിഞ്ഞു പോയൊരവസ്ഥ, അങ്ങനത്തെ ഒരു ഫീല്. റോനെസ്, ഹോഴ്സ്നെസ്. ഇൻ അലിയസെപ്പ വി ഹാവ് വൺ ഗ്രൂപ്പ് ഓഫ് സിംറ്റംസ് ദാറ്റ് പോയിന്റ്സ് ടു ദിസ് റെമഡി. അലിയസെപ്പയുടെ കാര്യത്തിലും ഒരു കൂട്ടം ലക്ഷണങ്ങളുണ്ട്. എസ്കോറിയേറ്റിംഗ് ഡിസ്ചാർജ് ഫ്രം ദ നോസ് ആൻഡ് ബ്ലാൻഡ് ഡിസ്ചാർജ് ഫ്രം ദ ഐസ്. ഇൻ ദ ലാരിങ്സ് സെൻസേഷൻ ആസ് ഇഫ് ഹുക്സ് വർ ദർ ആൻഡ് സംടൈംസ് ദിസ് എക്സ്റ്റെൻഡ്സ് ബിലോ ദ ലാരിങ്സ്. ദിസ് ഓൾവേസ് മീൻസ് അലിയസെപ്പ. കണ്ടോ? ഈ അലിയസെപ്പയുടെ കാര്യത്തിൽ എങ്ങനെയാണ്? എസ്കോറേറ്റിംഗ് ഡിസ്ചാർജ് ഫ്രം ദ നോസ്, മൂക്കിൽ നിന്നിങ്ങനെ ഡിസ്ചാർജ് ഉണ്ട്. അത് പടരുന്ന സ്ഥലങ്ങളിലൊക്കെ അസ്വസ്ഥത ഉണ്ടാകാം, തൊലി പോകാം. കണ്ണിൽ നിന്നും ഒരു കൃത്യമായിട്ടൊരു ഇൻഡിക്കേഷൻ പറയാത്ത തരത്തിലുള്ള, വിശേഷിപ്പിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഡിസ്ചാർജ് ഉണ്ട്. ലാരിങ്സിൽ നിന്ന് ഡിസ്ചാർജ് ഉണ്ട്. ഈ ലാരിങ്സിൽ കൊളുത്തുകളുള്ള ഒരു ഫീല്, ലാരിങ്സിൽ എന്തോ കൊളുത്തുകൾ ഇങ്ങനെ ഉടക്കി കിടക്കുന്ന ഒരു ഫീല്. ദിസ് ഓൾവേസ് മീൻസ് അലിയസെപ്പ. ഇത് അലിയസെപ്പയുടെ ഒരു ശക്തമായൊരു ഇൻഡിക്കേഷനാണ്. എല്ലായ്പ്പോഴും അലിയസെപ്പയെ സൂചിപ്പിക്കുന്നതാണ്. ഇറ്റ്സ് ഓൾസോ വേഴ്സ് ഇൻ എ വാം റൂം ലൈക്ക് പൾസാറ്റില. പൾസാറ്റിൻ്റെ സാദൃശ്യം എന്താണ്? വാം റൂമിൽ അഗ്രവേഷൻ. അപ്പോൾ ചില കാര്യങ്ങളിൽ പൾസാറ്റിലുമായിട്ട് സാദൃശ്യം തോന്നുന്ന റെമഡീസാണ്. ഓരോന്നിൻ്റെയും സവിശേഷതയാണ് കെൻഡിയുടെ പറഞ്ഞു വരുന്നത്. ദ യുഫ്രേഷ്യ ലുക്സ് ലൈക്ക് സെപ്പ. Only the discharge from the eyes is copious, watery and burning. The lacrimation burns the eyes and excoriates the cheeks. Discharge from the nose is bland like pulsatilla. Sometimes this goes to the chest, then it is not longer യൂഫ്രേഷ്യ. ഇനി യൂഫ്രേഷ്യയുടെ കാര്യത്തിൽ എങ്ങനെയാണ്? യൂഫ്രേഷ്യ അലിയസെപ്പയോട് ഒരു സാദൃശ്യം തോന്നും. എങ്ങനെയാണ്? കണ്ണിൽ നിന്നുള്ള ഡിസ്ചാർജ് വല്ലാതെ കോപ്പിയസ് ആണ്, വല്ലാതെ വർദ്ധിച്ച തരത്തിലുള്ള കോപ്പിയസ് കണ്ണിലുണ്ട്. അത് വാട്ടറിയാണ്, ബേണിംഗ് ആണ്. ലാക്രിമേഷൻ ബേൺസ് ദ ഐസ് ആൻഡ് എസ്കോറിയേറ്റ്സ് ദ ചീക്സ്. ഈ കണ്ണിൽ നിന്നുള്ള ഈ കണ്ണീരിൻ്റെ ഒലിപ്പ് കണ്ണിൽ പൊള്ളലുണ്ടാക്കുന്നു. അത് ഒഴുകി വരുന്ന കവിളിൽ പിന്നെ അവിടെ തൊലിയെ ദ്രവിപ്പിക്കുന്ന തരത്തിലാണ് അലിയസെപ്പയുടെ കാര്യത്തിൽ. ആ കാര്യത്തിൽ യൂഫ്രേഷ്യയും അലിയസെപ്പയും ഒരേപോലെയാണ്. ഡിസ്ചാർജ് ഫ്രം നോസിസ് ബ്ലാൻഡ് ലൈക്ക് പൾസാറ്റില. മൂക്കിൽ നിന്നുള്ള ആ ഡിസ്ചാർജിൻ്റെ കാര്യത്തിൽ പൾസാറ്റിലോട് സാദൃശ്യമുണ്ട്. ചിലപ്പോൾ ഇത് ചെസ്റ്റിലേക്ക് ചെല്ലും. മൂക്കിൻ്റെ പ്രശ്നങ്ങൾ ചെസ്റ്റ് വരെ കടന്നു ചെല്ലും. ചെസ്റ്റ് വരെ കടന്നു ചെല്ലുന്നൊരവസ്ഥയിൽ ഇറ്റ് ഈസ് നോ ലോങ്ങർ യൂഫ്രേഷ്യ. ആ കാര്യത്തിൽ യൂഫ്രേഷ്യക്ക് ആക്ഷനില്ല. അങ്ങനെ
ഓരോ സവിശേഷതകളും വെച്ചുകൊണ്ട് ഓരോ ഡീറ്റെയിൽസും വെച്ചുകൊണ്ട് ഒറ്റനോട്ടത്തിൽ സാദൃശ്യം തോന്നുന്ന ഈ ഔഷധങ്ങളുടെ വ്യത്യാസങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. കെൻറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷതയാണ് ഇതിങ്ങനെ വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ള അവസ്ഥകളിൽ എല്ലാം ഒരേപോലെ തോന്നിക്കുന്ന അവസ്ഥയിൽ എന്ത് കൊടുക്കുമെന്ന് സംശയിച്ച് നിൽക്കുന്നൊരവസ്ഥയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പലതും കൂട്ടിക്കലർത്തി കൊടുക്കാനോ മാറി മാറി കൊടുക്കാനോ ഒക്കെ ശ്രമിച്ച് ഹോമിയോപ്പതിയുടെ സ്പിരിറ്റിന് വിരുദ്ധമായ ഒരു പ്രാക്ടീസിലേക്ക് പോകാതെ കൃത്യമായിട്ട് ഔഷധം കൊടുക്കാൻ നിങ്ങളെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഇൻഡിക്കേഷൻസ് ഇങ്ങനെ ഒരുപാട് ടിപ്സ് ക്ലൂസ് കെൻറ്റിൻ്റെ ലെക്ചേഴ്സിൽ എല്ലായിടത്തും കാണാൻ സാധിക്കും. അതൊക്കെ ശ്രദ്ധിച്ച് മനസ്സിലാക്കി പഠിച്ചു പോവുക. ഇതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ ഇനിയും കമ്പാരിസൺസ് വരുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ഭാഗത്ത് കേൾക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.